ഇത്രയും നേരം എവിടെ ആയിരുന്നു നീ? ഞാൻ യാർഡില്. യാർഡിലെന്തുവായിരുന്നു പണി? യാർഡിലെന്തോ ചൂട്ടുകളി എല്ലാം എന്തോ. രാത്രി 11 മണിക്കും 12 മണിക്കാണ് ചീട്ടുകളി. അപ്പം പോയി കിടക്കാൻ നോക്ക്. അപ്പനെ നീ കിടത്താൻ നോക്കണ്ട. ചത്തവൻ ചത്ത്. അതിന്റെ പേര് നീ അകത്താകാൻ നിക്കണ്ട. ഇപ്പൊ തന്നെ 5-6 കേസായി നിന്റെ പേര്. മോനെ നിന്റെ ഭാവിയെ കുറിച്ചല്ല പറ. നീ കുറച്ച് മര്യാദക്കൊക്കെ നടാ. എന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും. പണിക്ക് പോകണ്ടേ? തന്തമല നീ ഇതുവരെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിനക്കത് കേൾക്കാനുള്ള ക്ഷമയില്ല. അതാ നിനക്കിത് പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. നീ നിന്റെ ഭാവിയെ കുറിച്ചല്ല എവിടെയെങ്കിലും കയറി പോയി രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ പറയുന്നത്. കാപ്പ് കുടിച്ചിട്ട് പോ. വേണ്ട, അങ്ങ് കുടിച്ചോ. പിന്നെ മുമ്പത്തെ രീതിയിലല്ല. 2 ആഴ്ചയായിട്ട് ബോട്ടും പോവാതെ കരക്കെറ്റിയില്ലാതിരിക്കുക. പിന്നെ കുറെ ബാധ്യത പമ്പിലും ഒക്കെ ഉണ്ട്. ഇയാൾക്കൊരു 10 രൂപ കിട്ടണം, എനിക്കൊരു 50 രൂപ കിട്ടണം എന്നുള്ള രീതിയിൽ പോവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇയാൾക്ക് ഈ ബോട്ടിൽ പോകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എനിക്ക് കടലിൽ പോയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. കരയിൽ നിന്നുള്ള നടത്തിപ്പേ അറിയത്തുള്ളൂ. ഇയാളാണ് കടലിൽ പോകുന്നത്. പിന്നെ ഈ ബോട്ട് എവിടെ പോയാലും 10 രൂപ കിട്ടുന്ന ബോട്ടുവാ. എങ്ങനെയും ഈ ബാധ്യതകളൊക്കെ ഒന്ന് തീർക്കണം. ഓ, സാഹചര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ. ഞാൻ ഒരു ടൈം പോയിട്ട് വരട്ടെ. നിങ്ങൾ നോക്കാം. എന്നാ പിന്നെ സ്രാങ്ക് കയറി തിരികെത്തി ഐശ്വര്യമായിട്ട് പോയിട്ട് വാ. നല്ല ചരക്കം കൊണ്ടുവാ. ഈ മരുന്നിനെ കിട്ടിയുള്ള സ്രാങ്കായിട്ട് നീ ഇങ്ങോട്ട് വന്നേ. നീ ചുമ്മാ കാര്യം അറിയാ തുള്ളരുത്. ആട് മൊത്തം വിളിച്ച് അന്വേഷിച്ചിട്ട് ഇവനെങ്കിലും കിട്ടിയത്. അതെന്തോ ഞാൻ പറിച്ചിലാണ്. ഞാൻ അവനും കൂടി കടലിൽ പോണ കാര്യം തന്നെയാണ് നിങ്ങൾ ഈ കൊണക്കണത്. പിന്നല്ല ചൂണ്ടയിടുന്ന കാര്യം നോടാ. ഇതാ ഇപ്പൊ വന്ന എടാ നീ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞതാ. പിന്നെ അമ്പു നിനക്കറിയാലോ, സ്റ്റാലിൻ സ്രാങ്ക് മരിച്ചേ പിന്നെ അയാളുടെ കുടുംബത്തിലേക്ക് എന്തേലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇത്രയും നാള് നീ അങ്ങേരോട് ചരിക്കാൻ പോയല്ലേ? നീ എന്തേലും കുന്തം കൊടുത്തിട്ടുണ്ടോ? ഒരു പറയും ചെയ്തില്ല. ഈ പോക്കിന്റെ മൊത്തം ലാഭവും സ്റ്റാലിൻ സ്രാങ്കിന്റെ വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവനിത് സമ്മതിച്ചു. നിങ്ങളൊരു ട്രെയിന് പോയിട്ട് വാ. സ്രാങ്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഒക്കത്തില്ലേ അടുത്ത ട്രെയിനിന് വേറെ ആളെ വയ്ക്കാം. ഈ ഒരു പൈസക്ക് അടങ്ങടാ. ഇങ്ങോട്ട് പാടാ പിള്ളേര്. ഉള്ളടാ ആ റേഷനൊക്കെ തുറന്നു വയ്ക്കോ. അങ്ങനെ എണ്ണയില്ലെന്ന് പറഞ്ഞ് ഉച്ചക്ക് തിരിച്ചു വരാൻ നിൽക്കില്ല. അതാ എണ്ണ വിട്ടോ. സ്രാങ്കേ, എണ്ണ വിട. 1,800. ഓ, അതൊക്കെ മതി. നീ അത് കറക്റ്റ് അടിക്കുന്നുണ്ടോ നോക്ക്. നീ സാലിസാഹിന്റെ 7 പോയിരുന്നാടാ? ഓ, 10 പേര് വെച്ച് നടത്തിയ പരിപാടിയല്ലടാ. പോകാൻ പറ്റില്ല. ജോസഫ് സാറിന്റെ അമ്മ മരിച്ചപ്പോ 10-100 പേര് കൂടുതലുണ്ടായിരുന്നല്ലേ. സാധാരണക്കാരനൊരു നിയമം, കാശുള്ളവന് മറ്റൊരു നിയമം. ഓ, നീ എപ്പോ വന്ന്? വൈകിട്ടെത്തിടാ. റേഷൻ സഞ്ചി ഒന്ന് നോക്കിക്കോ. അവസാനം ഉപ്പില്ല എണ്ണ ഇല്ലെന്നും പറഞ്ഞ കടലിൽ തിരിച്ചു വരാൻ പറ്റില്ല. നമ്മളേ ഓ, കോടന്റെ കുരുക്കാൻ അറിയാവുന്ന ഒരുത്തും കൂടെ കൂടെയുള്ള നല്ലല്ലടാ. ഇപ്പൊ ആരെ വിളിക്കാൻ? നീ ആ മാർക്കോസിനോട് വിളിച്ചേറ്റ്. ആ ശരി. 500 550 പാറ്റ് കൊടുക്കാന്ന് പറ. ഞാൻ വിളിച്ചോക്കാം.
മുമ്പാരി എന്തുവാ നീ പണിക്ക് വരുന്നോ? നീ വെറുതെ അണ്ടിയും ചോദിച്ചിരിക്കല്ലേ ഇവിടെ? വാ പണിക്കുവോ? വാളിയാ ഞാൻ എന്റെ അണ്ടിയും ചൊറിയും കുണ്ടിയും ചൊറിയും ചെറുക്കനെ നോക്കി മേടിക്കാൻ പോടാ. എടാ ഒരു ദിവസത്തെ പണിയേ ഉള്ളൂ. എടാ അര ഷെയർ കൂടുതൽ മേടിച്ചു തരാം. ആള് കുറവാണ്, അതുകൊണ്ടല്ലേ കിടന്ന് നീ വിളിക്കുന്നത്. എത്ര പേരുണ്ട്? 6 പേരേ ഉള്ളൂ. ആ അപ്പൊ നല്ല പണിയായിരിക്കല്ലോ. അതൊന്നുമില്ല. അര ഷെയർ കൂടുതലൊന്ന് ഊഞ്ചിക്കാനാണാ? നീ ചുമ്മാ വാടേ വാഗം പാരി തിരിച്ചു തരുമ്പോ ഒരു ഫുള്ളൊക്കെ എടുത്ത് അടിക്കാൻ. ഞായറാഴ്ചമാര് ചങ്ങല വയ്ക്ക് കിട്ടും. പിന്നെ 10-12 ദിവസം മുമ്പല്ലല്ലേ അച്ഛാ? ആ അത് മുമ്പല. പിന്നെ കാറ്റും മഴയൊക്കെ കിടക്കുമെന്ന ആ റിച്ചാർഡ് ഫ്രാങ്ക് പറയുന്ന കേട്ടത്. ആയിപ്പൊക്കെ നോക്കി കണ്ടൊക്കെ കയറി പോണേ. മുടിയല്ലടാ ഞാൻ വാറണ്ട. നിങ്ങൾ വരാൻ പിന്നെ എങ്ങനെ നോക്കി കയറും? എല്ലാരും ഉണ്ടല്ലോ. 70 ഞാൻ കാത്തിരിക്കായിരുന്നല്ലേ വോട്ടിറക്കാൻ. ഓ അല്ലേ മുമ്പാരി? എടാ